വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. സമർപ്പിച്ച് പാടി. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ആരാധിക്കുന്നു. യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു. യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നവനെ, യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങൾക്ക് സ്നേഹമായി കൂടെയുള്ളവനെ, യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങളുടെ പാപമോചകനെ, യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനെ, യേശുവേ അങ്ങേക്കാരാധന. തളർന്ന മനസ്സുകൾക്ക് ബലം നൽകുന്നവനെ, യേശുവേ അങ്ങേക്കാരാധന. കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സാമീപ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർന്നിരിക്കുന്ന മനസ്സുകളിലേക്ക് ഈ സമയം അങ്ങയുടെ സ്നേഹം ഒഴുക്കണമേ. മനസ്സുകൾ മരവിച്ച ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ ചുടുകാറ്റ് അടിക്കണമേ. സ്നേഹത്തിന്റെ ചുടുകാറ്റ് നൽകണമേ. തളർന്ന ജീവിതങ്ങളെ ഈ സമയം ശക്തിപ്പെടുത്തണമേ. തകർന്ന ജീവിതങ്ങളുടെ മേല് ദൈവീക ശക്തി ഒഴുകണമേ. കർത്താവേ, അങ്ങയുടെ അനന്ത സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഒട്ടിച്ചു ചേർക്കണമേ. ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ദൈവ സ്നേഹം അനുഭവിക്കാനുള്ള ശക്തി തരണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവനെ, കൂടെ ഇരിക്കുന്നവനെ, ഞങ്ങളെ കൈവിടാത്തവനെ, അങ്ങയെപ്പോലെ സ്നേഹിക്കാൻ മറ്റാരെ ഞങ്ങൾക്കുള്ളത്? ദൈവമേ, ഈ സമയം ഞങ്ങൾ അലട്ടുന്ന തിന്മയുടെ അരൂപികള്, ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ചില ചിന്തകള് എല്ലാം വിട്ടുപോകട്ടെ. കൂടെയുള്ള ദൈവം, യഥാർത്ഥ സ്നേഹത്തിന്റെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഒപ്പമാകുവാൻ അപ്പമായി തീർന്നവൻ, അഴുകി ഞങ്ങളുടെ ശരീരത്തിൽ ഒന്നായി തീരുന്ന ഈ ദിവ്യകാരുടെ ശക്തി സകല ദൈവജനത്തിലേക്കും കർത്താവേ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഈ സമയം സൗഖ്യപ്പെടുത്തട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. ദൈവിക ശക്തി ഒഴുകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന ജീവിതങ്ങൾ ബലം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന അങ്ങേക്കാരാധന. ചേർന്ന് പാടി. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. നന്ദി കർത്താവേ. യേശുവേ അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മളെ തന്നെ ഈശോയ്ക്ക് കൊടുക്കാം. മനസ്സെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. കേൾക്കാൻ പോകുന്ന വചനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണ്. അങ്ങനെ ഒരു സ്വീകരണത്തിൻ്റെ ഒരു മുറിയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ,
ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നിസ്വാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവുകേട് ഈ ലോകത്ത് ദൈവജനത്തിന് കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായിട്ട് ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ആത്മീയ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. അതിപ്രകാരമാണ്: ക്രൈസ്തവ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കേണ്ട കഴിവാണ് സ്നേഹിക്കാനുള്ള കഴിവ്. നമുക്കറിയാം, യേശു നമ്മളെ പഠിപ്പിച്ചു തന്നതും ഈ കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം വിശ്വാസത്തോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവാണ്. ഈ കഴിവ് നേടിയെടുക്കുന്നൊരു വ്യക്തി അദ്ദേഹം സ്വന്തമായിട്ട് എടുക്കുന്നതല്ല, ദൈവം അദ്ദേഹത്തിന് ദാനമായി നൽകുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അദ്ദേഹത്തെ വളർത്തുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ കഴിവുകേടുകൾ എവിടെയൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് കഴിവുള്ളവരായി, ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള കഴിവുള്ളവരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നന്മയ്ക്ക് പലപ്പോഴും പകരമായി നന്മ കൊടുക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്ന മനസ്സാക്ഷികൾ പലപ്പോഴും ഇന്ന് നഷ്ടമായി പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, തിന്മ ചെയ്യുന്നവരോടും സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചവൻ വേറെ ആരുമല്ല. ജീവിതം കൊണ്ട് പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ ഇന്ന് ദൈവജനത്തോട് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ യേശു കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പ്രാവർത്തികമായിട്ട് എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതും ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ പഠിപ്പിക്കുന്നതുമായ വചനമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹമിരിക്കുന്നത്. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? യഥാർത്ഥത്തിൽ മനുഷ്യൻ പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാൽ തീർച്ചയായിട്ടും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് സ്വപുത്രൻ്റെ ജീവിതം വഴി ഈ ലോകത്ത് അത്രമാത്രമായി സ്നേഹിച്ചു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ദൈവം ഈ ലോകത്ത് നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ലോകത്ത് നൽകുമ്പോൾ അത് പൂർണ്ണതയിൽ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയോടെ അയച്ചിട്ട് അവൻ തിരിച്ചു ചെല്ലുന്ന അവസ്ഥ എങ്ങനെയാണ്? കുരിശിൽ മുറിവേറ്റ് വേദനിച്ച് അതുപോലെ നഷ്ടങ്ങൾ സംഭവിച്ചൊരു മകനെ പോലെ തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന ഒരിക്കലും ഈ ഭൂമിയോട് ദൈവം കാണിച്ചിട്ടില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്ന ഒരു അമ്മ, കാത്തിരിപ്പുകളെല്ലാം ആ കുഞ്ഞ് പോയതുപോലെ തിരിച്ചു വരുന്ന, പോകുന്ന വഴിയിൽ എവിടെയോ ഒരു അപകടം സംഭവിച്ചിട്ട് മുറിവേറ്റതിനെ പോലെ കുഞ്ഞ് വരുമ്പോൾ ആ അമ്മയുടെ ഉള്ളിലുണ്ടാകുന്ന വേവലാതികളുണ്ട്. ആരാ നിന്നെ ഇതുപോലെ ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട് ആ അമ്മയ്ക്ക്. അങ്ങനെ ദൈവം ചോദിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെക്ക് സ്നേഹത്തിന് ചിലപ്പോൾ വില പറയേണ്ടി വരും. കാരണം എന്താ? ദൈവം നമുക്കെല്ലാം തന്നിട്ടും ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചു? ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിലാണ് ഏറ്റവും, അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ ഒരിക്കലും ഒരു കണ്ടീഷൻ വെച്ച് ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും ആയിരിക്കാനുള്ള ഒരു യോഗ്യതയും നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ഒരു മനുഷ്യനില്ല. സ്നേഹിച്ചാൽ അവനത് തിരിച്ചു കിട്ടും. അങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുള്ളൂ. വിശുദ്ധരുടെയും ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം കൊടുത്തിട്ടും അവർക്ക് കിട്ടിയത് സഹനമാണെങ്കിലും അവരതിൽ സന്തോഷം കണ്ടെത്തി. അതിനെയാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തിൽ, നിസ്വാർത്ഥമായ സ്നേഹത്തിൽ ഞാൻ നിലനിന്നു എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, 1 കൊരിന്തോസ് 14-ാം അധ്യായം 1-ാം വാക്യം വചനം ഇങ്ങനെ പറയുന്നത്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ നമ്മുടെക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന. കുറേ പണം ഉണ്ടാക്കിയിട്ടും ആരെയും സ്വന്തമാക്കാതെ മരിച്ചുപോയ ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. ഒത്തിരി സ്വത്തും സമ്പാദ്യം ഉണ്ടായിട്ട് സ്വന്തം മക്കളുടെ സ്നേഹം പോലും ലഭിക്കാത്ത മാതാപിതാക്കളുണ്ട്. കാരണം അവരുടെക്കും ലക്ഷ്യം പണം കൊണ്ട് സ്നേഹം കിട്ടാമെന്നായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് എല്ലാവരെയും സ്വന്തമാക്കാമെന്ന് ലക്ഷ്യം വെച്ചവർ. എന്നാൽ അതൊന്നല്ല യഥാർത്ഥ ലക്ഷ്യം. സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അത് ലാഭമായി കരുതിക്കോ. അല്ലാതെ മറ്റെല്ലാം കൊണ്ട് സ്നേഹത്തെ നേടിയെടുക്കാം എന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യരുടെ ജീവിതങ്ങളിൽ പലപ്പോഴും തകർച്ച കടന്നു വരുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ്റെ വാക്കുകളാണിത്.
ബൈബിളിൽ സ്നേഹിക്കുന്ന ശിഷ്യനെന്ന് ബൈബിൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ യോഹന്നാനെ കുറിച്ച്. അപ്പോൾ യോഹന്നാൻ ജനത്തെ പഠിക്കുക, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെയോ വസ്തുവകകളുടെയോ അല്ല. അതുകൊണ്ടാണ് ഈ പ്രേമിക്കുന്ന മക്കളെല്ലാം ഓരോ വ്യക്തികളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് പരക്കം പായുന്നത്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വത്തിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് വരുന്നതാണ് സ്നേഹം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളുടെ യഥാർത്ഥ സ്നേഹം നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് വചനം പറയാം, സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിന് ജനിച്ചവനാണ്. അപ്പോൾ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടിയത് നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ലോകത്തെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവാണ്. അത് തീവ്രവാദി ആയിക്കോട്ടെ, ശത്രു ആയിക്കോട്ടെ, ജയിലറകളിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലും സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അവൻ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വന്ന് സ്നേഹിക്കാൻ നോക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേരെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യൻ കാലഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം പറയുന്നത്, എന്നെ ആരും സ്നേഹിക്കാനില്ലായിരുന്നു എന്ന ചിന്തയായിരുന്നു എന്നെ ഇത്രയും വലിയ ഒരു ശത്രുവാക്കി ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെതാക്കി മാറ്റിയത്. എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞു, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്നേഹമല്ല എനിക്ക് വേണ്ടത്. ഞാൻ ജനിക്കപ്പെട്ട ഇടങ്ങളിൽ എനിക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, എൻ്റെ ഹൃദയ താളുകളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്നേഹം തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇറച്ചി ആൽബി എന്ന് പറഞ്ഞ മനുഷ്യരെ വെട്ടിമുറിച്ചിട്ട് അത് ചാരായത്തിൽ ചേർത്ത് കുടിച്ച മനുഷ്യൻ ഇന്ന് ദൈവസ്നേഹിയായിട്ട് ലോകത്ത് കടന്നു വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് ജനിക്കപ്പെട്ടതാണെന്നുള്ള സത്യം അദ്ദേഹം അറിയാതെ പോയതായിരുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മാറി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് വചനം പറയുക, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. നമ്മളെല്ലാം കറുത്ത ബോർഡുകളിൽ വെളുത്ത ചോക്ക് കൊണ്ട് എഴുതി വെക്കുന്നുണ്ട്, ഗോഡ് ഈസ് ലവ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവസ്നേഹമാണ്. അറിയാതെ നമ്മുടെ മനസ്സിലെല്ലാം പതിയപ്പെട്ട ഈ വചനത്തിന് വലിയൊരു അർത്ഥമുണ്ട്. എന്താണ്? എൻ്റെ ദൈവം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. യുവജന മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്കാണ്, സ്നേഹം ത്രിത്വ ദൈവത്തിൻ്റെ ആന്തരിക സത്തയാണ്. യുക്കാറ്റിലെ 402 ഖണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ത്രിത്വ ദൈവത്തിൻ്റെ ആഴമേറിയ സത്ത, നമുക്കറിയാം, ഒരു നാരങ്ങ പിഴിഞ്ഞു കിട്ടുമ്പോൾ അതിനെ സത്തിനെ വിളിക്കുന്നതാണ് നാരങ്ങ നീര്. ഇതുപോലെ എൻ്റെ ത്രിത്വ ദൈവത്തെ ഞാനൊന്ന് ഉള്ളിക്കൊള്ളുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ജീവജലത്തിൻ്റെ നീരിൻ്റെ പേരാണ് സ്നേഹം. അതാണ് യഥാർത്ഥത്തിൽ ഒറ്റക്കണ്ണൻ കുത്തിമുറിവേൽപ്പിച്ചപ്പോഴും അവന് കൊടുത്തത്, അവൻ്റെ കണ്ണിൻ്റെ കേടിന് മാറ്റാൻ കൊടുത്തത് ക്രിസ്തുവെന്ന സ്നേഹത്തിൻ്റെ ഒരു തുള്ളി രക്തമാണ്. അതാണ് അവൻ്റെ കണ്ണ് എന്നും തുറക്കുക. എത്ര മരുന്നുകൾ ഒഴിച്ചിട്ടും തുറക്കപ്പെടാത്തൊരു കണ്ണ് ദൈവസ്നേഹം ഒഴുകി. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടുമ്പോഴാണ് ശക്തി കിട്ടുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സ്നേഹമാണ് യഥാർത്ഥ മാതൃക ഇതിന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദിവ്യകാരൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട്, അങ്ങയുടെ ആഴമേറിയ സ്നേഹം കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് പാപം സ്നേഹിക്കാൻ ഉള്ള കഴിവ് നശിപ്പിക്കും. ഒരു വ്യക്തിയിൽ പാപം വരുമ്പോൾ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. കാരണം ഇതാണ്, പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു. ആർക്ക്? ആദ്യ മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അളവുകോലുകൾ ദൈവസ്നേഹത്തെ നമ്മൾ നടത്തും. രണ്ടാമത്തെ കാര്യം, പാപത്തിന് മുൻപ് ആദം ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് കൂടെയായിരുന്നു. എപ്പോൾ പാപം ചെയ്തോ അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലും. അതുകൊണ്ട് ഈ നിസ്വാർത്ഥമായ സ്നേഹത്തിന് നമുക്ക് വേണ്ടത് പാപമില്ലാത്തൊരു ശരീരമാണ്. പാപം ചെയ്യാൻ ഉള്ള പ്രവണതയുള്ള മനസ്സാക്ഷി നമ്മൾ മാറ്റണം. അവിടെയാണ് നമുക്ക് കൃപ കിട്ടുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വ്യവസ്ഥയൊന്നുമില്ലാതെ ദൈവം പിന്നീട് അവൻ്റെ അടുത്ത് വന്നു. അവൻ പാപം ചെയ്തിട്ടും ദൈവം അടുത്ത് വന്നു. യഥാർത്ഥത്തിൽ ദൈവം ഒരിക്കലും പാപിയുടെ അകലേക്ക് മാറിപ്പോകുന്നില്ല. ദൈവം പാപിയുടെ കൂടെയുണ്ട്. എന്താണെന്നറിയോ? അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ, പത്രോസിനെ പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അകലങ്ങളിലിരുന്ന് അടികൊണ്ടവൻ കാത്തിരിക്കുന്നുണ്ട് നിൻ്റെ സ്നേഹത്തിന് വേണ്ടി, നിന്നെ സ്വന്തമാക്കാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഇന്ന് ആരാധനയ്ക്ക് നിങ്ങൾ ഈശോയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്നേഹം, എന്നെ നോക്കുന്നവനിലേക്ക് നോക്കാനുള്ളൊരു സ്നേഹം, അത് നമുക്ക് വേണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ആരോടും പരാതി പറയാതെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവർ കാരണമാണ് ഞാൻ പാപിയായേ. അന്ന് ആദവും പറഞ്ഞത് അവൾ കാരണമാണ് ഞാനിത് ചെയ്തത്. ഒരിക്കലും അല്ല. എൻ്റെ ദൈവസ്നേഹത്തെ ഞാൻ തന്നെയാണ് മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഈ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം സ്വന്തമാക്കാൻ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് എന്നെ തന്നെ കൊടുത്ത് ദൈവസ്നേഹമാണ്.
ആ സ്വാർത്ഥത ഇല്ലാത്ത സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് സ്വന്തമാക്കണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണം. ഇതാ കാൽവരിയിൽ യേശു തൂക്കപ്പെട്ടു. അവൻ്റെ അനന്ത സ്നേഹം ഒഴുകിയ ഒരു മലമുകളാണ് കാൽവരി മലമുകൾ. പിതാവ് കരയാതെ തൻ്റെ മകനെ പറഞ്ഞയച്ച സ്നേഹം, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി തന്ന സ്നേഹം. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിനു മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. യോഹന്നാൻ 13:1, ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവൻ സ്നേഹിച്ചു. ഈശോയെ, ഈ അന്ത്യകാലഘട്ടങ്ങളുടെ വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നുവെന്ന തിരിച്ചറിവോടെ ദൈവത്തോട് പരാതി പറയാതെ ദൈവത്തെ കണ്ട് സ്നേഹിക്കാൻ കൃപ തരണമേ. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് നമുക്ക് ചൊല്ലാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും അധികമായി ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചൊന്ന് സ്തുതിച്ച്, യേശുവേ, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പാപപരിഹാര ബലിയായി തീർന്ന ആ സ്നേഹത്തിന്റെ ശക്തി കർത്താവേ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ മേല് ഈ സമയം കർത്താവിന്റെ സ്നേഹത്തിന്റെ കാറ്റ് വീശട്ടെ, സ്നേഹത്തിന്റെ അഭിഷേകം വീശട്ടെ. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ, യേശുവേ, കാൽവരി മലയിലേക്ക് നോക്കി വിളിച്ച മക്കളെ, യേശുവേ. എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാവിയെ പോലെ പീഡഞ്ഞവനേ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി ദൈവം ഏകജാതനെ നൽകി. എനിക്കായി ഈശോ പരിഹാര ബലിയായി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഒരുവൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിഹാരം ചെയ്യാനുള്ളൂ. അവൻ്റെ പേരാണ് ഈശോ. നമ്മുടെ ദൈവമോ, നമ്മുടെ സ്വന്തമോ. നമ്മളൊരിക്കലും തകർന്നു പോകരുത്, തളർന്നു പോകരുത്, ആരെയും സ്നേഹിക്കാൻ മടി കാണിക്കരുത്. കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേര് അതിരുകളില്ലാത്ത സ്നേഹം. ഒരിക്കലും ഒരു അളവുകോലും ഇച്ചിട്ടില്ല. ആ ഒറ്റക്കണ്ണൻ പടയാളി അതുപോലെ ദൈവത്തെ ദ്രോഹിച്ചിട്ടും ദൈവം ഒരു അളവുകോലും വെച്ചില്ല അവനെ സ്നേഹിക്കാൻ. അവന്റെ കണ്ണു തുറന്നു കൊടുത്തില്ല. നീ എത്ര പാപം ചെയ്തിട്ടും നിന്നെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. കുഞ്ഞെ, ദൈവത്തിന് നിന്നെ വേണം. നിനക്ക് പകരം ഞാൻ ആരായിരിക്കും? ഈ അതിരുകളില്ലാത്ത സ്നേഹത്തെ നമുക്കൊന്ന് ഓർത്താലോ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ നിസ്വാർത്ഥമായിട്ട് ദൈവം ചെയ്ത സ്നേഹം. കൊറോണ വന്നിട്ടും നിന്നെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തിയ ഒരു ദൈവമില്ല. വലിയ വെള്ളപ്പൊക്കങ്ങൾ വന്നിട്ടും നശിച്ചു പോകേണ്ട നിന്റെ ഭവനത്തെ പിടിച്ചു നിർത്തിയ ഒരു ദൈവമില്ല. എന്നാലും ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാവും. കഷ്ടതയുടെ കാലത്തും ദൈവം നിന്നെ മറക്കില്ല. ആ കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിച്ച്
ഒന്നേറ്റു ചൊല്ലിയേ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ അതിരുകളില്ലാത്ത അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് വെക്കണമേ. എന്നെ ചേർത്ത് വെക്കണമേ. അങ്ങാകുന്ന സ്നേഹത്തെ ആത്മാർത്ഥമായ സ്നേഹത്തെ സ്വന്തമാക്കുവാൻ എനിക്ക് കൃപ തരണമേ. എനിക്ക് കൃപ തരണമേ. അങ്ങയുടേതായി മാറുവാൻ, അങ്ങയുടേതായി മാറുവാൻ, അങ്ങയുടെ സ്വന്തമാകുവാൻ, അങ്ങയുടെ സ്വന്തമാകുവാൻ, അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹം അങ്ങയുടെ അതിരുകളില്ലാത്ത ഈ സമയം എന്നെ പൊതിയട്ടെ, എന്നെ പൊതിഞ്ഞു പിടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്നു സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ ശക്തി ഈ സമയം സകല ദൈവജനത്തിന്റെ മേലും ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ മക്കളുടെ മേലും പൊതിയട്ടെ. യേശുവേ, അതിരുകളില്ലാത്ത സ്നേഹം, ചേർന്ന് പാടിയ മക്കൾ, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും ഏതൊരവസ്ഥയിലും ഒരു വ്യവസ്ഥയും കൂടാതെ യാതൊരു വ്യവസ്ഥകളും എന്നെ സ്നേഹിക്കുന്ന ദൈവം ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സമയം അനേകരെ കർത്താവ് തൊടുന്നുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളെ, നിങ്ങളെ ദൈവം അരികിലുണ്ട്. ഒരിക്കലും മായാത്ത സ്നേഹം. ഞാൻ ദൈവത്തെ മറന്നാൽ എന്നെ മറക്കാത്തൊരു ദൈവം. എന്നെ സ്നേഹിക്കുന്നവനെ, ധൂർത്തപുത്രൻ ദൈവത്തെ മറന്നിട്ടും ദൈവം കാത്തിരുന്നില്ല അവന് വേണ്ടിയിട്ട്. നിന്നെ കാത്തിരിക്കുന്ന സമയം ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹം എന്നിൽ നിന്ന് അകലില്ല. നിങ്ങളൊന്ന് വിശ്വസിച്ച് ഈ സമയം നിങ്ങളുടെ ജീവിതത്തില് ദൈവം ഇടപെടും. അത് വിശ്വാസമാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ കൈവിടില്ല. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ സുബോധം ഉണ്ടായതുപോലെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ സുബോധത്തോടെ ആ കരങ്ങളൊക്കെ ഒന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ആഗ്രഹിച്ച്, എന്റെ ദൈവം എന്നെ കൈവിടില്ല. ദൈവത്തെ ഞാൻ മറന്നാലും ദൈവം എന്നെ മറക്കില്ല എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തെ ഞാൻ മറന്നാലും ദൈവം എന്നെ മറക്കില്ലെന്ന് ആഗ്രഹത്തോടൊന്ന് പാടിയേ. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും ചേർന്ന് പാടി. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും അനുകമ്പാർദ്രമായ ഹൃദയം എനിക്കായി തുടിക്കുന്ന ദൈവമേ, എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയാ കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്ന്